നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. അമ്മയെ കൊലപ്പെടുത്തിയ മകൻ, മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 13 വയസ്സുകാരൻ. രണ്ട് വാർത്തകൾ. ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാർത്തകളിലേക്ക്. തൃശൂർ മാളയിൽ അതീവ പൈശാചികമായ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. വടമ സ്വദേശി വലിയകത്ത് ശൈലജയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. 27 വയസ്സുള്ള മകൻ ഹാദിലാണ് പ്രതി. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അതിക്രൂരമായ കൊലപാതകം നടന്നതും സംഭവ വികാസങ്ങൾ അരങ്ങേറിയതും. വഴക്കിനെ തുടർന്ന് ഹാദിൽ ശൈലജയെ കഴുത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ബന്ധുക്കൾ പറയുന്നതനുസരിച്ച് ഹാദിലിന് മാനസികാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. വെട്ടേറ്റതിന് പിന്നാലെ ശൈലജയെ അയൽവാസികൾ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ 10:20 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു മരണം, അതായത് 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ ദുരൂഹ സാഹചര്യത്തിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി നോക്കാം. കോവില്ലൂർ അമ്പലത്തുവിളാകം AK ഹൗസിൽ അരുളാനന്ദ കുമാറിന്റെയും ഷൈനിയുടെയും ഏക മകൻ അഭിലേഷ് കുമാറാണ് മരിച്ചത്. 13 വയസ്സായിരുന്നു. വീടിന്റെ മുകൾ നിലയിലെ മുറിയിലെ ജനൽ കമ്പിയിൽ കെട്ടിയ ഷോൾ കഴുത്തിൽ മുറുകി മരിച്ച നിലയിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. മാത്രമല്ല, മറ്റൊരു നിർണായകമായ കാര്യം, കൈകൾ പിന്നിൽ മറ്റൊരു ഷോളിൽ ചുറ്റിക്കെട്ടിയ നിലയിലായിരുന്നു. വാതിലകത്ത് നിന്ന് പൂട്ടിയിരുന്നില്ല. സംഭവ സമയത്ത് അച്ഛൻ കൃഷിത്തോട്ടത്തിലും അമ്മ ബന്ധുവിൻ്റെ വീട്ടിലുമായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് അറിയുവാൻ സാധിക്കുന്നത്. അമ്മയുടെ അച്ഛൻ സത്യദാസ് ചന്തയിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് മകനെ കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ മുറിയിൽ ഈ മൃതദേഹം കണ്ടത്. വെള്ളറട പോലീസും വിരലടയാള വിദഗ്ധരും പോലീസ് നായയും എത്തി തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. ഇന്നാണ് സംസ്കാരം. ദുരൂഹതയുള്ളതിനാൽ കൂടുതൽ അന്വേഷണം നടത്തും. അഡീഷണൽ റൂറൽ SP R പ്രതാപൻ നായർ, നെയ്യാറ്റിങ്കര DYSP അമ്മിണിക്കുട്ടൻ, വെള്ളറ SHO ബാബുക്കുട്ടൻ എന്നിവർ തെളിവെടുപ്പിന് നേതൃത്വം നൽകി.